നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറച്ചധികം കാലമായി ഞാൻ കണ്ടൻറ്റൊക്കെ ഇട്ടിട്ട് ഏതാണ്ട് ഒരു 2 മാസത്തോളമായി തോന്നുന്നുണ്ട്. നമ്മളാ ഒരു എങ്ങോട്ടാ വയനാട് അതുപോലെ മുതുമല ആ ഒരു സൈഡിലേക്കൊക്കെ പോയപ്പെട്ടതാണ്. എനിക്കറിയാം വലിയൊരു ബ്രേക്കായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ഒരു 6 month കോഴ്സാണ് GASൻ്റെ. അപ്പോൾ ആകെ ബിസിയാണ്, കോട്ടയത്താണ്, ക്ലാസ്സും ഒക്കെ ആയിട്ട് തിരക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു 2 മാസത്തിനിടയിൽ എനിക്ക് ട്രാവലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെന്തായാലും ഞാൻ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളോട് എല്ലാവരോടും സോറി പറയുന്നു. പക്ഷേ നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്, അതും അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നതെന്നല്ലേ, എൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു ഡാം കണ്ടൂടെ? ആ ഡാമിൽ കൂടെ വണ്ടികളൊക്കെ കയറിപ്പോവും. ഈ ഒരു പാറക്കെട്ടും നിങ്ങൾ എവിടെയെല്ലാം കണ്ടുണ്ടോ? ഇത് വേറെ സ്ഥലമൊന്നുമല്ല, ഗവിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗവിയല്ല, ഇത് സംഭവം പൊന്മുടി ഡാമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഞാൻ ഗവി എന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ ഓർഡിനറി സിനിമയിലെ ക്ലൈമാക്സ് ഇല്ലേ, ആ ഒരു KSRTC ഇങ്ങനെ വന്ന് ആസിഫ് അലി ഡാമിലേക്ക് ചാടുന്ന ആ ഒരു പോർഷൻസൊക്കെ അത് ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്, പൊന്മുടി ഡാമിലാണ്. ഈ പൊന്മുടി പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് തിരുവനന്തപുരത്താണെന്ന്. തിരുവനന്തപുരത്തല്ല, നമ്മുടെ മൂന്നാർ പോണ റൂട്ടിൽ അടിമാലിയിൽ നിന്ന് റൈറ്റ് എടുത്തൊരു 21 കിലോമീറ്റർ വന്നാൽ ഇവിടെ ഉള്ളൊരു സ്ഥലമാണ് പൊന്മുടി. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന വഴിയില്ലേ, ഇത് അടിമാലിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ ഓർഡിനറിയുടെ ക്ലൈമാക്സിൽ KSRTC ആ ഒരു വഴി വന്നത് ഇങ്ങനെ ഡാമിൻ്റെ മുകളിലേക്ക് കയറി അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊന്മുടി ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഡീറ്റെയിൽ ആയിട്ട്? ആകെ വേർത്ത് കുളിച്ചൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളിത് ഇറങ്ങിയായി. നമ്മുടെ ഫസ്റ്റ് പരിപാടി വണ്ടിയിൽ ലഗേജ് വെക്കണം. ബാഗ് അതിലിരിക്കട്ടെ. അപ്പോൾ അതേ കാറ് കയറിയിരുന്നു, ഇപ്പോഴാണ് ഒരു സമാധാനമായി AC-യിൽ കയറിയിരുന്നു. അപ്പോൾ എന്ത് ചൂടറിയോ പുറത്ത്, ആകെ വേർത്ത് കുളിച്ചൊരു പരിവായി. മൂന്നാർക്കാണ് പോണത്. തണുപ്പുണ്ടാവുന്നൊക്കെ പ്രതീക്ഷ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മൂന്നാറും നട്ടുച്ചയ്ക്കൊക്കെ നല്ല ചൂടാവുന്നതാണ്. രാത്രിയായാൽ പേരിന് ഇച്ചിരി തണുപ്പ് വന്നാലായി, അങ്ങനെയാണ് എനിക്ക് തോന്നണത്. മിക്കവാറും മൂന്നാറെത്തിയാലും കാറിൽ AC ഇട്ടിട്ട് കിടക്കേണ്ടി വരും തണുപ്പ് കിട്ടാൻ. എന്താണെങ്കിലും അറിയില്ല, പോയോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ, ഞാൻ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. വണ്ടിയൊക്കെ ഓടിച്ചൊരു എനർജി ആവട്ടെ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാ പൊന്മുടി ഡാമിക്കാണ്. നിങ്ങൾ ആ ഒരു ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ഥലമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ ഇവിടുന്ന് പൂക്കാട്ടോടി വഴി പെരുമ്പാവൂര് കയറി കോതമംഗലം അങ്ങനെ കയറിയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ either അടിമാലി വഴി അടിമാലിയിൽ നിന്ന് തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ നമുക്ക് നേര്യമംഗലത്ത് തന്നെ തിരിഞ്ഞു പോകാം. എന്നാലും നമ്മൾ മൂന്നാറൊന്നും ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ രാജാക്കാട് രാജകുമാരി അടുത്ത ആ ഒരു ഭാഗത്ത് കൂടെ പോവാം. അങ്ങനെ നമ്മൾ പൊന്മുടി ഡാമിക്കാണ് അപ്പോൾ ഫസ്റ്റ് പോകുന്നത്. നമുക്ക് പോയാലോ? അപ്പം നമ്മളിത് കോതമംഗലൊക്കെ എത്താറായി. അപ്പം നമ്മളിതൊരു കരിമ്പ് ജ്യൂസ് അടിക്കാൻ നിർത്തിയേക്കാണ്. ബായി ഇതേ നമുക്കവിടെ കരിമ്പ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ, ഒരു സംഭവം അറിയോ? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അയാൾക്ക് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ ആലോചിച്ചത്, ആ സാധനത്തിൽ ഗ്രീസ് കൊടുത്തിട്ടുണ്ടാവില്ലേ മെഷീനിൽ കറങ്ങാൻ, ഈ വീൽ മറ്റേ പൽച്ചക്ര സാധനമൊക്കെ ഉള്ളതല്ലേ? അപ്പൊ ആ ഗ്രീസായ കരിമ്പ് ജ്യൂസ് ആവില്ലേ നമ്മള് കുടിക്കണ്ടാവുക? അതിന്റെ കൂടെ സാധനം ഇതായിട്ട് വരിക. ആ വീലൊന്ന് പോയി നോക്കും, മൊത്തത്തിൽ ഗ്രീസ് ഉണ്ടാവും ചിലപ്പോ. എന്താണെങ്കിലും ആ ഒരു ഗ്രീസ് ഉണ്ടെങ്കിൽ ആ ഗ്രീസുള്ള കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഇപ്പൊ അതിൽ ഗ്രീസിലേക്ക് അത്രയും നല്ലത്. എന്തായാലും ആ കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് ഫുൾ ഓൺ ഫുൾ പവർ ആയി. നമ്മളിപ്പോ കോതമംഗലം എത്താറായി. ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കണത്. ഓർമ്മ വരും. അപ്പൊ ഏതാണെങ്കിലും ഞാൻ തന്നെ വണ്ടി എടുക്കട്ടെ കുറച്ചു ദൂരം കൂടി. അപ്പോൾ വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് പൊന്മുടി ഡാം പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആ ഒരു നേര്യമംഗലം പാലൊക്കെ എത്തുന്നതിൻ്റെ മുമ്പേ ലെഫ്റ്റിക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി ചുമ്മാ എടുത്ത് നോക്കിയതാണ്. ഒരു 3-4 കിലോമീറ്റർ വന്നപ്പോഴത്തേ നമുക്കൊരു വനാന്തരീക്ഷമുള്ളൊരു സ്ഥലം എത്തി. എന്ത് രസമാണെന്ന് നോക്കി, ഫുള്ളൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ചുമ്മാ വെറുതെ ഒന്ന് ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ടാൽ മൊത്തത്തിലൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, നേര്യമംഗലം സൈഡിലേക്ക് തന്നെ പോകും. ചുമ്മാ ഒന്ന് വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു ഹിഡൻ ജെമ്മാണ്. അപ്പം എന്ത് രസമാണെന്ന് നോക്കിയ ഒരു റൂട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഇത് പറയണമെങ്കിൽ നേര്യമംഗലത്തിൽ നിന്ന് പേരക്കോത്ത് നട്ടെടുച്ചാൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. ചെറിയൊരു വഴി, വലിയ തിരക്കൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ ഈ ഒരു വനാന്തരീക്ഷമൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു അടിപൊളി റൂട്ടാണ്. ഇതേ ഒരു ചേട്ടൻ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴേലൊക്കെ വെറുതെ ഒരു ഡ്രൈവൊക്കെ ഈ വഴി വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നേര്യമംഗലം പാലമില്ലേ, ആ പാലത്തിൻ്റെ തൊട്ട് മുമ്പേ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. മാപ്പിൽ
ഈ നട്ടടിച്ചാലൊക്കെ മാപ്പിലിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് വരാവുന്നതാണ്. നമ്മളപ്പോൾ അങ്ങനെ ഒരു നേര്യമംഗലം ടൗണൊക്കെ എത്തി. നമുക്ക് ദൂരെ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം. ഞാൻ മലനിരകളൊക്കെ കയറി മുകളിലേക്ക് വേണം നമ്മൾ പോവാൻ, മൂന്നാർ ലക്ഷ്യം വെച്ച്. നമ്മളപ്പോൾ അങ്ങനെ അത് ആ ഒരു മൂന്നാറിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു നേര്യമംഗലം പാലത്തിലേക്ക് കയറാണ്. ഈ ഒരു പാലം കിടക്കുമ്പോഴാണ് നമ്മൾ മൂന്നാർക്ക് പോകുന്നതിൻ്റെ ഒരു ഫീല് മൊത്തത്തിൽ കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു ഗേറ്റ് വേ ടു മൂന്നാർ എന്ന് വിശേഷിപ്പിച്ചത്. ആ ഒരു വീതി കുറഞ്ഞ പാലം, ഒരു ബസ്സൊക്കെ ഇതിലെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡായി പോകുന്ന ആ ഒരു പാലം കണ്ട. ആ ഫ്രണ്ടിലുള്ള വണ്ടി പോകുന്ന കണ്ടാൽ തന്നെ അറിയാം വീതി എന്തോരം കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നേര്യമംഗലം പാലം കടന്ന് ആ ഒരു മൂന്നാറിലേക്കുള്ള വഴി ലക്ഷ്യം വെച്ച് പോവാണ്. അച്ഛനമ്മീൻ്റെ പുറകിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താ പറയാനുള്ള അമ്മേ? എങ്ങടാ നമ്മള് പോണ അറിയാന്? ആദ്യം പോണ പൊന്മുടി ഡാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊന്മുടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സൈഡിലുള്ള പൊന്മുടി മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ പോയി അറിയാം എന്താന്നുള്ളത്. നമ്മുടെ ഓർഡിനറി സിനിമ കണ്ടിട്ടില്ലേ? ഈ ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു ഡാമില്ലേ? അത് ഈ ഡാമാ. ഗവിയിലൊന്നല്ല ഷൂട്ട് ചെയ്തത്, അത് ഈ പൊന്മുടി ഡാമാണ്. അപ്പോൾ ഓർഡിനറി ഷൂട്ട് ചെയ്ത ഡാമാണ് നമ്മൾ പോണത്. ഇപ്പോൾ അച്ഛനറിയായിരുന്നു അത്? അത് ചീറ്റ് ചെയ്ത അവര്. അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടോ? എവിടെയൊക്കെ കണ്ടുവരിച്ചിട്ടുണ്ടോ മൂന്നാർ വന്നവർക്കൊക്കെ? ഇത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസ് ആണ്. അപ്പോൾ ആ ഒരു വേനലിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഇതൊന്ന് മനസ്സിലാവും. മറ്റേത് ഈ ഒരു ഭാഗത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്ത് ഇവിടെ ഒന്നും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഫുള്ള് കടകളും തിരക്കൊക്കെ ഇടുന്നപ്പോൾ ഒറ്റ വണ്ടിയില്ല, ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ അതാണ് വേനലിൻ്റെ കാഠിന്യം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായ എന്താ വെച്ചാൽ തകൃതിയായിട്ട് റോഡ് വൈഡനിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കൊച്ചി മൂന്നാർ ഹൈവേ ഇനി ഇതിലും അടിപൊളിയായിട്ട് വീതിയൊക്കെ കൂട്ടി ആവുമ്പോഴാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടൂറിസത്തിൽ ഇനിയൊരു ബൂസ്റ്റ് ഉണ്ടാവട്ടെ ഈ ഒരു റോഡൊക്കെ വൈഡനിങ്ങിന് ശേഷം. അതുപോലെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നേര്യമംഗലം പാലത്തിൻ്റെയും വീതി കൂട്ടുന്നുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ സൈഡിലൊക്കെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാളും വീതി കൂടും, കുറച്ചുകൂടിയും കൺവീനിയൻ്റ് ആവും വണ്ടികളൊക്കെ പോകാനൊക്കെ. അതായത് ഒരു നല്ല കാര്യമാണ്. അപ്പം നമ്മളിത് അടിമാലി എത്തി. ഇവിടെ എന്തോ ഒരു സഫയർ എന്നൊക്കെ പറഞ്ഞ ഹോട്ടലിലേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചു. തരക്കേടില്ല, അത്രേ ഉള്ളൂ. ഭയങ്കര അടിപൊളി ഫുഡ് വന്നില്ല, നമുക്ക് വിശപ്പുമാറുള്ള ഫുഡായി. അപ്പോൾ നമ്മളിനിപ്പോൾ പോകാൻ പോകുന്നത് പൊന്മുടി ഡാമിലേക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എയ്തർ കോതമംഗലത്ത് നിന്ന് തിരിഞ്ഞു പോകുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അടിമാലി നമുക്ക് ഡീവിയേഷൻ എടുക്കാം. ലെഫ്റ്റ് നമ്മൾ മൂന്നാർക്ക് സ്ഥിരം മൂന്നാർ റൂട്ടിൽ പോകുന്നതിന് പകരം ഈ ഒരു അടിമാലി, ഈ ഒരു ഗൂഗിൾ മാപ്പിലിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു അടിമാലി ടൗണുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്കൊരു വഴിയുണ്ട്, നമ്മുടെ രാജകുമാരി രാജാക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വഴി. അപ്പോൾ നമ്മൾ ആ റൂട്ട് കയറിയിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, ഈ ഒരു പൊന്മുടി ഡാമിലേക്ക് പോകുന്നത്. ഏതാണ്ട് ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്താണ് അങ്ങോട്ടുള്ളത്. അപ്പം നമ്മൾ ആ പൊന്മുടി ഡാമൊക്കെ കണ്ടിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, പൂപ്പാറയിലേക്ക് നമ്മളെ റൂമിലേക്ക് പോകുന്നത്. സോ നമുക്ക് ഏതായാലും പോയാലോ. ഇപ്പം നേരെ കാണുന്നതാണ് നമ്മൾ മൂന്നാർക്കൊക്കെ പോകുന്ന ആ റൂട്ട്. നമ്മളിപ്പോൾ ആ ഒരു അടിമാലി ടൗണിൽ നിന്ന് ആ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള ഭാഗം കഴിഞ്ഞത് ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം, അതുപോലെ ഈ ഒരു പൊന്മുടി രാജാക്കാട് ഭാഗത്തേക്കൊക്കെ നമുക്ക് ഈ റൈറ്റ് എടുത്താൽ പോകുന്നുള്ളത്. നമ്മളിതേ റൈറ്റ് എടുത്തു. അപ്പം നമ്മൾ ആ ഒരു കല്ലാർകുട്ടി പാലത്തുമ്പോൾ കൂടെ ഇട്ടാ പോകുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അടിപൊളി. എന്ത് രസമാണെന്ന് നോക്കി. ഈ പാറയുടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോവാട്ടോ. ഇടുങ്ങിയൊരു വഴിയാണ്, എതിരെ വല്ല വണ്ടി വന്ന് എന്ത് ചെയ്യുന്നൊരു പിടുത്തമല്ല. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, കൂടെ തന്നെയല്ലേ എന്ന് അറിയില്ല. മാപ്പിൽ കാണുന്നൊരു വഴി പോവാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങോട്ട്. അപ്പം അത് നമ്മൾ ഡാം കാണുന്നുണ്ട്, ഡാമിൻ്റെ മുകളിലെത്താറായി. ഈ വഴി നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമെന്ന് നോക്കിയോ കേട്ടോ, പോയോ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. താഴെ നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഇതിൽ കൂടെ വണ്ടികളെ കടത്തി വിടുമോ, ഡാമിൻ്റെ മുകളിൽ കൂടെ കടത്തി വിടുമെന്നാണ് ഞാൻ കണ്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അടിപൊളി. ഇത് ആ ഓട്ടോ ഒക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നത് എന്തായാലും വെർത്തായി. പൊന്മുടി ഡാം
നമ്മളിത് ആ ഒരു ഡാമിൻ്റെ മുകളിലേക്ക് കയറി. ഇതാണ് അതിൻ്റെ താഴ്ഭാഗം. റൈറ്റ് സൈഡ് നമുക്ക് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കാണാം. ഞാൻ ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ വിശദമായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിലാണ് എന്നിരുന്നാലും. നമ്മളിത് ആ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകാം. ഇവിടെ ബോട്ടിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് എന്ന് കണ്ടിരുന്നു, കണ്ടില്ലേ? പക്ഷെ ഇപ്പോൾ അതിൻ്റെ കൗണ്ടറൊക്കെ ക്ലോസ്ഡ് ആണ്, ബോട്ടിങ് ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് എന്തായാലും നടന്ന് ആ ഡാമൊക്കെ ഒന്ന് കണ്ടുവരാം. വേറെ ആക്ടിവിറ്റി ഒന്നും പ്രത്യേകിച്ചില്ല. എന്തായാലും UPI പേയ്മെൻ്റ് ഒക്കെ സ്വീകരിക്കും. അവിടെ QR കോഡൊക്കെ കാണാനുണ്ട്. ബോട്ടിങ് തുടങ്ങുന്ന പക്ഷം നിങ്ങൾ എപ്പോഴൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബോട്ടിലൊക്കെ അവിടെ എൻജോയ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ചൊരു ഉച്ചനേരം മീൻസ് ഒരു 3:30 സമയത്താണ് വന്നത്. ബോട്ടിലൊന്നും കാണാനില്ല. പുറത്തൊരു കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്, ഹോഴ്സ് റൈഡിങ് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. അപ്പം നമ്മൾ ഈ പൊന്മുടി ഡാമിൻ്റെ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ കയറിയൊക്കെയാണ്. ഞാനൊരു ഐസ്ക്രീമൊക്കെ പറഞ്ഞ് ഈ ചൂടത്ത്. അപ്പോൾ ചേട്ടൻ്റെയാണ് കട. ചേട്ടൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. വീടിവിടെ അടുത്തല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഓർഡിനറി പടമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതുകൊണ്ടല്ലേ? ഓർഡിനറി പടം ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തത് മറ്റേ ഗവി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഡാം കണ്ടില്ലേ? ഡാം ആസിഫ് അലി ജമ്പി എന്ന സ്ഥലമൊക്കെ അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. കുഞ്ചാക്കോ. പിന്നെ വേറെ ഹിന്ദി ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കൂടെ നടന്നായിരുന്നു. അത് ഈ ഡാമിൻ്റെ ലാസ്റ്റ് അവിടെ ഈ ഷാരൂഖ് ഖാനും അവിടുത്തെ ഹീറോയിനും കൂടെ ഡാമിലേക്ക് ജീപ്പായിട്ട് ചെന്നൈ എക്സ്പ്രസ് അതിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം പിന്നെ ഒരു സൗദിൻ ഷാഹിർ അലംസീറൊക്കെ അവിടെ ഒരു കളിച്ചു. ഒരു ഓശാനെന്ന് ഉണ്ടായിരുന്നു പേര്. ഇറങ്ങാൻ പോകുന്ന പടം. പിന്നെ തമിഴ് സിനിമയിലൊക്കെ ഷൂട്ടിംഗ് താഴെ നടക്കാറുണ്ട്. പിന്നെ MG ശ്രീകുമാർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ബോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇനിയും കൂടുതൽ ആൾക്കാർ അറിയട്ടെ. ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരട്ടെ. ഇപ്പോൾ ഈ കാണുന്ന ഒരു റൂട്ട് കണ്ടില്ലേ, അതാണ് നമ്മുടെ അടിമാലി റൂട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടാണ് വഴി കയറി വന്നത്. നമ്മുടെ ഓർഡിനറിയുടെ ക്ലൈമാക്സിൽ ആ ഒരു ബസ് കയറി വരുന്ന ഈ വഴിയാണ്. ഇങ്ങനെ വന്ന് ആ ബസ് ഇവിടെ നടുക്ക് വന്ന് നിർത്തും. അപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നമ്മുടെ ബിജു മേനോൻ ടീമൊക്കെ വരും. ആസിഫ് അലീനെ പിടിക്കുന്നതും ആസിഫ് അലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നൊക്കെ ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്താണ്. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാം കേട്ടോ. കണ്ടോ, കാറുകളൊക്കെ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതായാലും ഈ ഒരു ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അച്ഛനമ്മയും അവിടെ ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ അവിടെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം, ആരുമില്ല, തിരക്കൊന്നുമില്ല, ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് ഇത്ര സ്ഥലം. ഇങ്ങോട്ട് വരുന്ന ഈ ഒരു വഴി ഉണ്ടല്ലോ, അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്. വലിയ വണ്ടികളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. അതുപോലെ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗ്യാപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ വണ്ടി ഇടേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും മാക്സിമം ഈവനിങ് ഒക്കെ വരാൻ നോക്കാം. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 4 മണി ആവാറായി, 3:30 അടുപ്പിച്ചായി സമയം. ചെറിയൊരു വെയിലുണ്ടെങ്കിലും കാറ്റൊക്കെ ഉള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ സൈഡിലേക്ക് വന്നേക്കാണ്. വെള്ളമൊക്കെ കുറവാണ്, പക്ഷെ അവിടെ നമുക്കൊരു മീറ്റർ ഉണ്ട്. മീറ്ററല്ല, എന്താ പറയുക, സ്കെയിലുണ്ട്. ഏതാണ്ട് എത്ര 695 മീറ്ററിൻ്റെ താഴെ കണ്ടാണ് വെള്ളമുള്ളത്. മീറ്റർ തന്നെ തോന്നുന്നു, യൂണിറ്റ് ഒന്നും എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും 695 എഴുതിയാണ്ട് കുറച്ച് താഴെയായിട്ടാണ് ആ വെള്ളം നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു ഡാം. നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യാം, കാർ ഓടിച്ച് അങ്ങോട്ട് പോകാം. എന്തായാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കാച്ച്മെൻറ്റ് ഏരിയയിൽ. നമുക്ക് കാച്ച്മെൻറ്റ് ഏരിയയിൽ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു പാർക്കറ്റൊക്കെ നോക്കി അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ വന്ന്. എന്തൊരു ഭീകരതല്ലേ. അപ്പോൾ അതേ KCBയുടെ ഉടമസ്ഥതയിലുള്ളൊരു ഡാമാണത്, ഈ ഒരു പൊന്മുടി ഡാം. പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായിട്ട് 32.4 മെഗാവാട്ട് പൊന്മുടി ഡാം എന്നൊക്കെ എഴുതി കാണാം. പിന്നെ ഭാരമുള്ള വാഹനങ്ങൾ ഇത് കൂടെ കയറരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. മാസോൺട്രി ഗ്രാവിറ്റി ഡാമാണിത്. ഗ്രാവിറ്റി ഡാമാണ്. ഈ മാസോൺട്രി എന്താണെന്ന് നമുക്കറിയില്ല. ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലെങ്ത് അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ 288.8 മീറ്ററാണ്. ഹൈറ്റ് അബൌവ് ഡീപ്പസ്റ്റ് ഫൗണ്ടേഷൻ 57.6 മീറ്റർ. ബാക്കി കാര്യങ്ങൾ കാച്ച്മെൻറ്റ് ഏരിയ 221.75 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. റിസർവയർ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയത് അറിയണം എന്നുള്ളവർക്ക്. അതെ, ഞാനിവിടെ ഈ ഒരു പോയിന്റിലേക്ക് വന്നേക്കാം. ഇവിടെയൊക്കെ ഫുൾ ബിയറും കുപ്പിയും സാധനങ്ങളൊക്കെയാണ്. തീരെ സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ടിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ നമുക്ക് കണ്ട ആ വെള്ളം ഒഴുകുന്ന പോർഷൻ കാണാം. ഇവിടുന്ന് നമുക്ക് താഴത്തോട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങി പോകാൻ. അവിടെ ഡാമിൻ്റെ ആയിട്ട് അനുബന്ധമായിട്ട് ഒരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴിയാണ് വെള്ളം തുറന്ന് വിടുക. താഴെ നമുക്ക് പൈപ്പൊക്കെ കാണാം. എന്തായാലേ ഭയാനകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് വലുപ്പം ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കൊരു സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അച്ഛനും അമ്മയും പ്രസവപ്പെണ്ണൊക്കെ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം നമ്മളിത് ആ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. ഇവിടെയൊക്കെ വെച്ചാവും ആസിഫ് അലി താഴോട്ടൊക്കെ ചാടിയിട്ടുണ്ടാവുക.
എന്താണെങ്കിലും സൂപ്പർ എക്സൈറ്റഡ്. ഒന്ന് താഴോട്ട് നോക്കിയേ, എന്തൊരു അഗാധമായ കൊക്ക സീൻ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഇവിടെയൊക്കെ പണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്, ഒരു ടൗൺ ആയിരുന്നു, തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞത്. പിന്നീട് ഇതിൻ്റെ ഡാം ഉണ്ടാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയ ഇപ്പോൾ വെള്ളം കയറി അവിടെ ഉള്ളവരൊക്കെ ഒഴിപ്പിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കാച്ച്മെൻറ്റ് ഏരിയയുടെ ആ ഒരു പോർഷൻ കണ്ടോ, അവിടെയാണ് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിലൊരു സീൻ ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ആ ഒരു ജീപ്പ് വെള്ളത്തിലേക്ക് പോകുന്നൊരു പോർഷനൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഇവിടെ നിന്നാണ് ആസിഫ് അലി താഴോട്ട് ചാടുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഓർഡിനറിയിൽ ആ ബസ് ഇങ്ങനെ നമുക്ക് ആ പാറയുടെ സൈഡിൽ കൂടെ കയറി വന്ന് ഇവിടെ നിൽക്കും. അതുപോലെ കുഞ്ചാക്കോ ബോബനും ബിജു മേനൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരും. അപ്പോൾ ലിറ്ററലി ഈ ഒരു ഡാമാണ് ഗവിയിലെ ഡാമാന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സുഗീത്, നമ്മുടെ ഓർഡിനറിയുടെ ഡയറക്ടറും ടീമും നമ്മളെ ചീറ്റ് ചെയ്തത്. അമ്മേ, നമുക്ക് ഓർഡിനറിയിലെ സീൻ റീക്രിയേറ്റ് ചെയ്താലോ? ആസിഫ് അലി താഴത്തേക്ക് ചാടുന്നതിന് പകരം പ്രസവേണ താഴത്തേക്ക് അല്ലിട്ടാലോ? ഇതാണ് അമ്മ ഗവി എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ നമ്മളെ പറ്റിച്ചത്. ഗവി എവിടെ കിടക്കണു, ഇതെവിടെ കിടക്കണു? അതെ, ആസിഫ് അലി അങ്ങോട്ടൊക്കെ ചാടി ഉണ്ടാവും കേട്ടോ. കപ്പിൾസ് അപ്പോൾ അവിടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് റൊമാൻറ്റിക് ആയിട്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. ഈ ഒരു വലിയ പാറക്കെട്ട് ഡ്രൈ ആയി കിടക്കുന്നു. ദൂരെ നമുക്ക് ആ അറ്റം വരെയുള്ള മലനിരകൾ കാണാം. മൂന്നാറൊക്കെ ആ മലനിരയുടെ ഇതിലൊക്കെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ പോകുന്നു, നല്ല കാറ്റ്. ചെറിയ വെയിലുണ്ടെങ്കിലും ചൂടറിയില്ല കേട്ടോ കാറ്റുള്ള കാരണം. ഞാൻ ഒരു പ്രശ്നം പറഞ്ഞാൽ താഴെ നമുക്ക് വെള്ളമൊന്നുമില്ല, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഈ ഒരു കാലമല്ലേ, സമ്മറല്ലേ. അപ്പം ഞാനിത് ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കാവും. ഭയങ്കര വെയിൽ, കൂളിംഗ് ഗ്ലാസ് വെക്കട്ടെ. അപ്പോൾ അറിയാൻ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട്, അതൊന്ന് ക്ലോസ്ഡ് ആണ്. അതുപോലെ നമുക്കിന്ന് ഇവിടുത്തെ ബോട്ടിംഗ് സർവീസും ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ നോർമൽ ഡേയ്സിൽ നിങ്ങൾ വന്നാൽ അതുണ്ടാവും. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസർവറിലേക്ക് ബോട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ട്, ഒരു കുതിര മുകളിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഹോഴ്സ് റൈഡിങ് ചെയ്യാനുള്ളൊരു മൂഡില്ലാത്ത കാരണം അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് ആൾക്കാർ ആ റിസർവറിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സേഫ് ആണെങ്കിൽ മാത്രം, കാരണം എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സേഫാണ് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അതുപോലെ ആ പാർക്കിൽ പോയി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ താഴെ ഒരു ഇരുമ്പ് പാലുണ്ടെന്ന് പറഞ്ഞേ, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വെർത്ത് വിസിറ്റിംഗ് ആണോ എന്ന് അറിയില്ല. ഇവിടുന്ന് ഒരു 200 മീറ്റർ താഴത്തോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഇരുമ്പ് പാലുണ്ട്, ഒരു തൂക്കുപാലുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടും നടക്കാൻ നിൽക്കുന്നില്ല. അത് ഈ ഒരു വെയിലൊക്കെ ഉള്ള സമയമല്ലേ, 100-200 കിലോമീറ്റർ താഴത്തോട്ട് നടന്ന് തിരിച്ച് കയറൊക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ പൂപ്പാറയ്ക്ക് എത്തണം, വൈകുന്നേരം വേറെയും പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ട വെച്ചു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ആ കാണുന്ന കേട്ടോ നമ്മുടെ തൂക്കുപാലം, കുറച്ച് താഴെയായിട്ട് കണ്ടില്ലേ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ തൂക്കുപാലത്ത് കൂടെ നടക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, അത് കാരണം അങ്ങോട്ട് ഞാൻ പോകുന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അതെ മുകളിലൊരു കുതിരയൊക്കെ നിൽക്കുന്നുണ്ടോ, ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യാം. ജീപ്പ് ചേട്ടൻ പോട്ടെ. അപ്പോൾ ഹോഴ്സ് റൈഡിങ് ചെയ്യണമെങ്കിൽ അവിടെ ഹോഴ്സ് റൈഡിങ് ചെയ്യാം. അത് മാത്രമല്ല, അത് ഈ ഒരു റിസർവോയർ ഏരിയയ്ക്ക് ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് കണ്ടില്ലേ, ആ ഒരു പോയിന്റ് വരെയൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ബോട്ടിങ് ആ ഒരു പോയിന്റ് എന്നാണ് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു പൊന്മുടി ഡാം. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ മൂന്നാർക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വന്നാൽ മതി. അടിമാലിയിൽ നിന്ന് കുറച്ചൊരു 20 കിലോമീറ്റർ വരാം. അടിമാലിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പൊന്മുടി ഡാമിലെത്താം. ഈ പൊന്മുടി ഡാമിൽ നിന്ന് നിങ്ങൾക്ക് രാജാക്കാട് വഴി പൂപ്പാറ കയറാം, നമ്മുടെ ഗ്യാപ്പ് റോഡിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പൂപ്പാറ കയറിയിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ് വഴി ഒരു ഈവനിങ് ഡ്രൈവും കിട്ടും മൂന്നാർ വരെ. നെക്സ്റ്റ് ടൈം നിങ്ങൾ മൂന്നാർക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങി ബൈ ഈവനിങ്, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി ബൈ ഈവനിങ് ഈ ഒരു പൊന്മുടി ഡാം വിസിറ്റ് ചെയ്ത് പൂപ്പാറ എത്തി ഗ്യാപ്പ് റോഡ് വഴി ഒരു ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് മൂന്നാർക്ക് പോകാൻ രീതിക്കോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ വന്ന് നമ്മളിത് ഈ ഒരു ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലെത്തി. അതിപ്പുറത്തറ്റാട്ടോ. അപ്പോൾ അതെ നമുക്ക് ആ ഷട്ടറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ താഴെ കാണാം. വെള്ളം ഇത് കൂടെ തുറന്നു വിടുക, അതിൻ്റെ കമ്പി, മറ്റേ കമ്പി കൊണ്ടുള്ള വടങ്ങളും സംഭവങ്ങളൊക്കെ കാണാം, ഷട്ടർ പൊക്കാനുണ്ടാകാനൊക്കെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു മോണ്യുമെൻ്റ് പോലെയൊക്കെ കാണാം. ഈ ഒരു ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് മരിച്ചു പോയവരുടെ മെമ്മറിക്കൊക്കെ വേണ്ടി പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോണ്യുമെൻ്റ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നാൽ.
അപ്പം നമ്മളിത് ഇനി ടുവേർഡ്സ് രാജാക്കാട് പോകുന്ന റൂട്ടിൽ പോകാൻ പോണ്. ഡാമൊക്കെ കണ്ട് ക്ഷീണമായി കാറുകാരുടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പൂപ്പാറ എത്തി തുടങ്ങി. നമുക്കിപ്പോൾ അതെ ആ ഒരു എസ്റ്റേറ്റ് ഭൂമിയൊക്കെ കാണാം. ഹാരിസൺസ് മലയാളത്തിൻ്റെ ആ എസ്റ്റേറ്റുകളൊക്കെ ചുറ്റും കണ്ടു തുടങ്ങി, തേയിലത്തോട്ടങ്ങളൊക്കെ. ഇപ്പോൾ പൂപ്പാറ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പൂപ്പാറ റൂമിലെത്തി. മൂന്നാർ ഗേറ്റ് വേ എന്നുള്ള തന്നെ പേര്. അപ്പോൾ ഒരു കണ്ടിട്ട് എന്തൊരു കമ്പാരിറ്റീവ്ലി പുതുതുണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഈ 108 ആണ് എൻ്റെ റൂം. തുറന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, TV ഒക്കെ ഉണ്ട്. നമുക്കൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഫുൾ ഗ്ലാസ് ആണ് ബാൽക്കണി. ബാൽക്കണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറകിലത്തെ വ്യൂ ഇങ്ങനെയൊക്കെയാണ്. അവിടെ നമുക്കൊരു അരുവി ഉണ്ട്. ആനയിറങ്കൽ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന അരുവിയാണത്. നമുക്ക് നാളെ രാവിലെ അവിടെ പോയി കുളിക്കണ്ട അമ്മ അരുവിയിൽ. റൂം വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. നമ്മുടെ ഗ്യാപ്പ് റോഡ് ഉണ്ടല്ലോ, ആ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ഒരു പ്ലാന്റേഷൻ. ഈ പ്ലാന്റേഷനിലേക്ക് അടുത്ത് പുറകിൽ അരുവി നാളെ കുളിക്കാൻ പോവാം. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഇളയരാജ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ. ആളെ അടിപൊളിയാണ്, നല്ല കമ്പനിയാണ്, നല്ല കോപ്പറേറ്റീവാണ്. ഓണർ അതെ അലി എന്ന് പറഞ്ഞ മൂപ്പരാണ് ഫോൺ വിളിച്ച് ഞാൻ ഡീൽ ചെയ്തായിട്ട്. മൂപ്പരും കേട്ടിടത്തോളം നല്ലൊരു ജെനുവിൻ ആളായിരുന്നു. ഫോൺ കൂടെയുള്ള ബന്ധുക്കൾ, ഞാൻ നേരിട്ട് ആളെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ സ്റ്റാഫ് ഇളയരാജ അങ്ങനെ ഉണ്ടായിരുന്നു. അത്രയുള്ള ജെനുവിൻ പക്കാ ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ടയർഡാണ്. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഗ്യാപ്പ് റോഡിൽ കൂടെ ഒരു ഡ്രൈവ് പോകണമെന്നുണ്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം. അപ്പോൾ ഗ്യാപ്പ് റോഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ ഹാൻഡിൽസിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ എനിക്ക് എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിനി ഒന്ന് ഫ്രഷായി ഗ്യാപ്പ് റോഡ് പോയാലോ? ഈവനിങ് നേരമൊക്കെ അല്ലേ, ഗ്യാപ്പ് റോഡ് കൂടെ ഒന്ന് ഡ്രൈവ് പോയി വന്ന് നോക്കിയാലോ? അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.